അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് ചൊല്ലത് മശായിഖന്മാർ കാട്ടിയ തെരുവായി തിക്കർ. സുന്നത്ത് ജമാഅത്തിനെ ഏത് ആലിമീങ്ങൾ എടുത്തു നോക്കിയെങ്കിലും, കിതാബ് രചിച്ച പണ്ഡിതന്മാർ എടുത്തു നോക്കിയെങ്കിലും, അഥവാ മദ്ഹബിലെ ഇമാമീങ്ങളെ എടുത്തു നോക്കിയെങ്കിലും, അങ്ങനെ എല്ലാവരുടെ ചരിത്രത്തിൽ കാണുക സാധ്യയുടെ ഒരു മുഖ്യമായ വിചാര ചൊല്ലത് അങ്ങെല്ലാവരും മശായിഖന്മാരെ ഹദ്റത്ത്ക്ക് എത്തിയിട്ട് ദീന് പഠിച്ചങ്ങ അതിരെ ബാക്കി ഇന്നെങ്കിൽ പഠിപ്പാട്ടിയങ്ങ ചൊല്ലത്. അങ്ങെല്ലാവരും ആ കാലഘട്ടത്തിൽ ഇന്ന മശായിഖന്മാരെ ഹദ്റത്ത്ക്ക് എത്തിയങ്ങമേ. ഏത് പണ്ഡിതന്മാരെ ഞങ്ങൾ എടുത്തു നോക്കുക, മദ്ഹബിലെ ഇമാമീങ്ങളെ ഞങ്ങൾ എടുത്തു നോക്കുക, അങ്ങനെല്ലാവരുടെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യയുടെ ആ കാലഘട്ടത്തിൽ ഇന്ന് ഉന്നതരായ മശായിഖന്മാരെ ഹദ്റത്ത്ക്ക് എത്തിയങ്ങ ചൊല്ലത്. ഇപ്പം ഇമാമുൽ ആലം അബു ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബ് ക്രോഡീകരിച്ച ഇമാമല്ലേ. ആ കാലത്തിൻ്റെ ഇമാമുൽ ആലമു ചൊന്തു രേഖപ്പെടുത്തിയ ഇമാമല്ലേ. ആ ഇമാമ് പോലും മശായിഖന്മാരെ ഹദ്റത്ത്ക്ക് എത്തിയിട്ട് ആ കാലഘട്ടത്തിൽ ഇന്ന് പല മശായിഖന്മാരെ ഹദ്റത്ത്ക്ക് പോണ്ടു. ഉന്നതരായ ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹുരെ മുട്ട. ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹുരെ വിഷയം ചൊല്ലുമ്പോൾ പല ചരിത്രത്തിലും ആ ദാവൂദ് ത്വായി റളിയല്ലാഹു അൻഹുരെ വിഷയത്തിൽ വലിയ ചരിത്രമേ ചൊല്ലുകൊണ്ടു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ അത് പഠിക്കുക. ഇണ്ടത്തെ വിഷയം ചൊല്ലത്. അതുപോലെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുരെ മുട്ട. ഇങ്ങനെ പല മശായിഖന്മാരെ മുട്ട എത്തിയെങ്കിലും അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുരെ പ്രധാനപ്പെട്ട ഷെയ്ഖാണ് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ചൊല്ലിയ ഷെയ്ഖ്. ആ ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുരെ മുട്ട എത്തിയത് അവസാന കാലഘട്ടത്തിലാണ്. അബു ഹനീഫ റളിയല്ലാഹു അൻഹുരെ അവസാന കാലത്തിലാണ് ജാഫർ സ്വാദിഖ് തങ്ങളെ മുട്ട എത്തുന്നതും അവിടുത്തെ ഇൽമു പഠിക്കുന്നതും. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ആൾ മശായിഖന്മാരിൽ ഉന്നതരായ ആളാണ്. അള്ളാഹുവിൽ നിന്ന് ഇൽമു കിട്ടിയ ആളാണ്. ആ ഇൽമുരെ ആൾമാർക്ക് ചൊന്തു കൊടുക്കറു. അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുക്ക് ചൊന്തു കൊടുക്കറു. അബു ഹനീഫ ഇമാം അതിനെ പഠിച്ചിട്ട് മനസ്സിലാക്കട്. എന്നിട്ട് അബു ഹനീഫ ഇമാം ചൊല്ലൊരു പളക്കൊണ്ടു, ലൗലസനത്താനി ലഹലക്കൻ നുഅ്മാൻ. നക്ക് ഈ 2 വർഷ കിട്ടിയിരേണ്ടായില്ലെങ്കിൽ, ഈ 2 വർഷം നക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ലഹലക്കൻ നുഅ്മാൻ, നുഅ്മാൻ സർവനാശായി പോവാത്ത്. നുഅ്മാൻ എന്നെങ്കിൽ അബു ഹനീഫ ഇമാമുടെ പേരാണ് നുഅ്മാൻ. ആ അബു ഹനീഫത്തു നുഅ്മാൻ സർവനാശായിരാത്ത് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു ഒട്ടിക്കിന്നെ ഈ 2 വർഷത്തെ സഹവാസ കിട്ടിയിട്ടില്ലെങ്കിൽ. എന്നിട്ട് അബു ഹനീഫ ഇമാമുടെ വിഷയത്തിൽ പണ്ഡിതന്മാർ ചൊല്ലാറ് ഇത് എന്തിനെ കുറിച്ചിട്ടാണ് ചൊന്നത്? യുരീദു സനത്തൈനി ലത്തൈനി സ്വഹിബ ഫീഹിമാ അൽ ഇമാമ ജാഫർ സ്വാദിഖ് ലിഅഖ്ദിൽ ഇൽമി. ഈ 2 വർഷം ചൊല്ലത് ഏത് 2 വർഷം? അബു ഹനീഫ ഇമാമുടെ അവസാനത്തെ 2 വർഷം ചൊല്ലത്. അത് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുരെ സമ്പർക്ക കിട്ടിയ, സഹവാസ കിട്ടിയ, സുഹബത്ത് കിട്ടിയ ആ 2 വർഷത്തെ കുറിച്ചാണ് അബു ഹനീഫ ഇമാമു ചൊല്ലെ. ആ 2 വർഷം നക്ക് കിട്ടിയിരേണ്ടായിരല്ലെങ്കിൽ ലഹലക്കൻ നുഅ്മാൻ, നുഅ്മാൻ സർവനാശായി പോവാത്തുണ്ട് ചൊല്ലുമ്പോൾ ആ മശായിഖന്മാരെ ഹദ്റത്തിലുള്ള ആ ശ്രേഷ്ഠതയും അങ്ങനെ ഇൽമും അങ്ങനെ പഠിപ്പാട്ടിയ ദീൻ എന്തിനുണ്ട് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക സാധ്യമാവുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ മശായിഖന്മാരെ ചരിത്രം ഞങ്ങൾ ഓരോ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ മദ്ഹബിലെ ഇമാമിങ്ങളെ തർത്തീബായിട്ട് നമുക്ക് പഠിച്ചിട്ട് ഈ കാലം വരെ വന്ന് എല്ലാ പണ്ഡിതന്മാരെ വിഷയം നമുക്ക് പഠിക്കൂ. അല്ലാഹു തആല മശായിഖന്മാരെ മദദ് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകട്ടെ ചൊന്തു എന്നാണ് ഇണ്ടത്തെ ഈ ക്ലാസ് നിപ്പാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.